വിളി ദൈവത്തിൻ്റെ ദാനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സിസ്റ്റർ ജെനോവ ജോസഫ്, SVC, സിസ്റ്റേഴ്സ് ഓഫ് വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ ഓഫ് ആലപ്പി. ഞാൻ ഒരു ടീച്ചറാണ്. ഇപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ കൊറോണ കാലത്ത് എനിക്ക് കണ്ണിന് ഇത്തിരി അല്പാസുഖമൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ കണ്ണിന് ഇത്തിരി റെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ഞാൻ 1 ഇയർ ഒരു ഹോം മിഷൻ്റെ പരിപാടി, അതായത് ട്രിവാൻഡ്രം ഡയസിസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഹോം മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുഞ്ഞുനാളിലെ തൊട്ടേ അങ്ങനെ ദൈവവിളിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ആവണം എന്നുള്ള ആഗ്രഹത്തിൽ അങ്ങനെ നടന്ന ഒരാളല്ല. ഒരുവിധം സാമാന്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ 9th വരെയൊക്കെ എല്ലാത്തിനും തന്നെ ഒരു ഔട്ട് ഓഫ് 50ൽ 49 കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ നന്നായിട്ട് പഠിക്കും. ചിലപ്പോൾ ഫുൾ മാർക്കും ഒക്കെ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ 9th വരെ നന്നായിട്ട് പഠിച്ചു. പക്ഷേ 10th ആയപ്പോഴത്തേനും ഇത്തിരി ഒരു പഠിത്ത കാര്യത്തിലൊക്കെ ഇത്തിരി ശ്രദ്ധയൊക്കെ കുറഞ്ഞു. പക്ഷേ എങ്കിലും SSLC എക്സാം വന്നപ്പോൾ ഞാൻ നന്നായിട്ട് പഠിച്ചു. നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുകയും നല്ല ഒരു മാർക്ക് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്രയും ഭയങ്കര മാർക്ക് കിട്ടിയില്ല. അപ്പോൾ കോളേജിലൊക്കെ പോകാനായിട്ടൊക്കെ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊക്കെ വെച്ചു. പക്ഷേ അങ്ങനെ ഇരിക്കുകയാണ്. എങ്കിലും കോളേജിൽ പോകാമെന്ന് തന്നെ കരുതിയിരിക്കുവാണ്. കാരണം സിസ്റ്റർ ആവണമെന്നൊക്കെ കുഞ്ഞിലെ ഇടയ്ക്ക് എപ്പോഴൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും, കാരണം എൻ്റെ കുടുംബത്ത് ഒത്തിരി സിസ്റ്റേഴ്സും ഫാദേഴ്സൊക്കെ ഉള്ളൊരു കുടുംബമാണ്. ബേസിക്കലി എന്താ പറയുക, നല്ലൊരു ക്രൈസ്തവ വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തിയ നല്ലൊരു കുടുംബമായിരുന്നു. എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര വിശ്വാസമുള്ളവരാണ്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ. അപ്പോൾ കാറ്റഗിസമൊക്കെ ആണെങ്കിലും സൺഡേ കുർബാനയ്ക്ക് പോകുന്ന കാര്യത്തിനാണെങ്കിലും കുറച്ച് ദൂരമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ. എങ്കിലും സൺഡേ കുർബാനയ്ക്ക് ഒരിക്കൽ പോലും ഞങ്ങൾക്ക് പോകാതിരിക്കാനായിട്ട് വീട്ടിൽ നിന്ന് അനുവദിക്കുമായിരുന്നില്ല. സൺഡേ മാസിനും അതുപോലെ തന്നെ സൺഡേയിലെ കാറ്റഗിസവും നിർബന്ധമായിരുന്നു. പലപ്പോഴും ചിലപ്പോഴൊക്കെ പോകാതിരുന്നാൽ, എന്തെങ്കിലും ഞങ്ങളുടെ മടി കൊണ്ട് പോകാതിരുന്നാൽ അന്നൊരു പക്ഷേ ഉച്ചഭക്ഷണം പോലും തരാതെയൊക്കെ ചിലപ്പോൾ അപ്പൻ അത്രയേറെ സ്ട്രിക്റ്റായിട്ടൊക്കെയാണ് ഞങ്ങൾ ആ ഒരു വിശ്വാസ ജീവിതത്തിൽ വളർത്തിയത്. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന വളരെ നിർബന്ധമായിരുന്നു. സന്ധ്യമണി അടിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നൊരു കുടുംബ പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു, എൻ്റെ കുടുംബത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണോ എന്തോന്നറിയില്ല. പക്ഷേ എങ്കിലും കുറച്ച് സിസ്റ്റർ ആകണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും പിന്നെ കോളേജിൽ പോകണമെന്നും പഠിക്കണമെന്നും ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇനി പോയാൽ പഠിപ്പിക്കുക അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടായിരുന്നെന്നായിരിക്കണം. പക്ഷേ പിന്നീട് എന്താ പറയുക, ചിലതൊക്കെ ഇങ്ങനെ നമുക്ക് വഴിയേ വരുമെന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും എൻ്റെ അമ്മാവൻ, അപ്പം ഞാൻ കോളേജിൽ പോകാനായിട്ടുള്ള ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനൊക്കെ വേണ്ടി റെഡിയായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മയുടെ എൻ്റെ അങ്കിള് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അങ്കിളിൻ്റെ മോളും ഞങ്ങളുടെ ഒരു കസിനും കൂടെ സിസ്റ്ററാകാൻ പോവുകയാണ്, വിസിറ്റേഷൻ കോൺഗ്രിഗേഷനാണ്, ആലപ്പുഴയാണ്, അവിടെയാണ് പോകുന്നത്, ഞങ്ങൾ പോയി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ആ സമയത്ത് എനിക്കും ഇങ്ങനെ പോയാലോ എന്നൊരു ചിന്ത ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മാവനോട് പറഞ്ഞു എനിക്കും പോകണം എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ 3 പെൺമക്കളും ഒരു ആൺമകനുമാണ്. അപ്പോൾ അപ്പച്ചനെ അങ്ങനെ വിടാൻ താല്പര്യമില്ല. ഒത്തിരി വിശ്വാസമൊക്കെ ഉള്ള ആളാണെങ്കിലും ഇങ്ങനെ സിസ്റ്ററാകാൻ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ താല്പര്യക്കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിനൊന്നും വന്നില്ല. പിന്നെ എൻ്റെ അമ്മാവനാണ് എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിനൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂവിന് വന്നു, കാര്യങ്ങളൊക്കെ കേട്ടു, വീട്ടിൽ ചെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെയാണ് പോകുന്നത്, കൊച്ചിയിലായിരുന്നു ഞങ്ങളുടെ ആസ്പിരാൻസി ഇതുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പിന്നെ അപ്പച്ചനും അമ്മച്ചിയെ കൂടെയാണ്, കാരണം അമ്മാവൻ കുറച്ചുകൂടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുത്തുകൊണ്ട് അപ്പൻ അതിന് തയ്യാറായി. അപ്പോൾ അങ്ങനെ അപ്പനും അമ്മയൊക്കെ കൂടെ അമ്മാവനും ഒക്കെ ചേർന്നാണ് ഞങ്ങളെ കൊണ്ടുവന്ന് ആക്കിയൊക്കെ ചെയ്തത്. അപ്പോൾ ആസ്പിരൻസി വെച്ച് എനിക്കൊരു എന്താ പറയുക, കാരണം വീട്ടിൽ നിന്ന് ഒരിക്കലും അങ്ങനെ മാറി നിന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കണം. പിന്നെ ഞങ്ങൾ 4 മക്കളായതുകൊണ്ട് സാധാരണ സന്ധ്യാപ്രാർത്ഥനയെ കഴിയുമ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ പായൊക്കെ വിരിച്ച് 4 പേരും 4 സൈഡിലോട്ട് ഇങ്ങനെ കിടക്കും. ഞാനും എൻ്റെ ബ്രദറും ചേച്ചിയും അനുജത്യമായിട്ട് ഇങ്ങനെ കിടന്ന് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറയും. സന്ധ്യാപ്രാർത്ഥനയെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കളിക്കും കുറേ. അപ്പോൾ ആ ഓർമ്മകളൊക്കെ എനിക്ക് വരുന്നു. പ്രത്യേകിച്ചും എൻ്റെ ബ്രദറിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കാരണം എനിക്ക് ഭയങ്കരമായിട്ടും ഇങ്ങനെ വീട്ടിൽ പോകണമെന്നൊരു ചിന്ത വരികയാണ്.
അപ്പോൾ അങ്ങനെ വീട്ടിൽ പോകണമെന്നുള്ള ചിന്ത വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കരച്ചിലൊക്കെ ആയിരുന്നു. നമ്മുടെ പള്ളിയിലോട്ടൊക്കെ ഫോണൊക്കെ വിളിച്ചിട്ട് പള്ളിയിൽ ഫോണൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ എനിക്ക് തോന്നുന്നു 2 ആഴ്ച കഴിഞ്ഞൊക്കെയാണ്. അപ്പോൾ 2 ആഴ്ച വരെ ഞാനിങ്ങനെ പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് പിന്നെ എൻ്റെ അമ്മ പിന്നെ അപ്പൻ്റെ മൂത്ത ചേട്ടൻ, ഞങ്ങൾക്കെല്ലാം ഭയങ്കര പേടിയാണ് അപ്പൻ്റെ മൂത്ത ചേട്ടനാണ്. കാരണം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള, എൻ്റെ അപ്പച്ചനെ പോലെ തന്നെ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വല്യപ്പച്ചനാണ് വരുന്നത്. അപ്പോൾ വല്യപ്പച്ചൻ, ഞാൻ മേളിൽ നിന്ന് നോക്കുമ്പോൾ വല്യപ്പച്ചൻ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി തിരിച്ച് വീട്ടിലോട്ട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, പോരാൻ നേരത്ത് വല്യപ്പച്ചൻ എന്നോട് വളരെ ഇതായിട്ട് പറഞ്ഞിരുന്നു, പോകുന്നതൊക്കെ കൊള്ളാം, സിസ്റ്റർ ആകുമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി, അല്ലാതെ പോകണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇഷ്ടമാണെങ്കിൽ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വല്യപ്പച്ചനെ പേടിയുള്ളത് കൊണ്ടുമാണോ എന്നറിയില്ല, ആ സമയത്ത് വല്യപ്പച്ചനാണ് വരുന്നതെന്ന് കണ്ടപ്പോൾ, ഞാൻ മേളിൽ നിന്ന് കണ്ടു വല്യപ്പച്ചൻ വരുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പിന്നെ പോവണ്ട, തിരിച്ച് വീട്ടിലോട്ട് പോവണ്ട എന്നായി. പെട്ടെന്ന് പിന്നെ ഞാൻ ഓക്കെ ആയി. പിന്നെ ഞങ്ങളെല്ലാവരും ചേർന്ന് പല പ്രോഗ്രാംസും അതും ഇതുമൊക്കെ വന്നപ്പോഴത്തേനും അങ്ങനെ അതിലോട്ട് എൻഗേജ്ഡ് ആയി. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ആ ഒരു ചിന്തയൊക്കെ മാറിപ്പോയി. പിന്നെയും ഇങ്ങനെ വഴിയാത്രകളിൽ നോവിഷ്യറ്റ് കാലത്താണെങ്കിലും അങ്ങനെ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ വീട്ടിൽ പോകണമെന്ന് തോന്നാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ എന്താ പറയുക, ദൈവത്തിൻ്റെ കരം നമ്മളെ നയിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കണം. പിന്നെ ദൈവത്തിൻ്റെ പദ്ധതികൾ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കർത്താവിൻ്റെ പ്രവർത്തനമായിരിക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹനങ്ങൾ, ചെറിയ ചെറിയ സഹനങ്ങൾ, അല്ലാതെ സന്യാസത്തിൽ ഭയങ്കര സഹനങ്ങളായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിൽ അത് വീട്ടുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കൊണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടായെങ്കിലും ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മിസ്ട്രസ്സുമാരാണെങ്കിലും മദർമാരും മറ്റ് സഹോദരിമാരെല്ലാം, സിസ്റ്റേഴ്സ് സഹോദരിമാരെല്ലാം ഒത്തിരി സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഞാനും ഒത്തിരി ടാലൻ്റ് കഴിവൊക്കെ ഉള്ള ആളായിരുന്നത് കൊണ്ട് തന്നെ പല പ്രോഗ്രാംസിനൊക്കെ ചേരുകയും അങ്ങനെ നമ്മളിങ്ങനെ എല്ലാ കാര്യത്തിനും എൻഗേജ്ഡായിട്ട് വന്നപ്പോൾ പിന്നെ പോകണമെന്നുള്ള ആ ഒരു ചിന്ത മാറി അതിലോട്ടായി. പിന്നെ സിസ്റ്ററായി കഴിഞ്ഞിട്ട് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പം ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കണ്ണിന് അസുഖമൊക്കെ വന്നു, പിന്നെ ഓൺലൈൻ സമയത്ത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും കണ്ണിന് ഒരു റെസ്റ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു കുറച്ച് കാലം എന്ന് പറഞ്ഞൊരു 1 ഇയറാണ് റെസ്റ്റ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു പ്രോഗ്രാം നമ്മുടെ തിരുവനന്തപുരം അതിരൂപത കണ്ടക്ട് ചെയ്യുന്ന ഒരു ഹോം മിഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് വളരെയധികം ഫാമിലി ബേസ്ഡ് പ്രോഗ്രാമാണത്. അപ്പോൾ അത് വളരെയധികം നല്ലൊരു പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നുന്നു അത്. അപ്പോൾ ചിലപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും, അല്ല എങ്കിൽ സ്കൂളിലോട്ട് തന്നെ പോകേണ്ടി വരും. അങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുവാണിപ്പോൾ. പിന്നീട് സിസ്റ്ററായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരു ജൂനിയറേറ്റ് കോഴ്സ് എന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ അവിടെയും ഒത്തിരി തിയോളജിയും ഫിലോസഫി അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങൾ നമ്മൾ സഭാപരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിലൂടെ ഒത്തിരിയേറെ അറിവ് സമ്പാദിക്കുവാനൊക്കെ സാധിച്ചു. അതൊക്കെ എനിക്ക് തോന്നുന്നു ജീവിത വഴിത്താരകളിലൊക്കെ അതൊക്കെ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുമുണ്ട് അത് തീർച്ചയായിട്ടും. പിന്നെ ജീവിതം അങ്ങനെ വളരെ എനിക്ക് ഇപ്പോൾ പലപ്പോഴും സന്യാസത്തെക്കുറിച്ചൊക്കെ പലരും ഇങ്ങനെ തെറ്റായ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്ന കാണുമ്പോൾ പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. കാരണം സന്യാസ ജീവിതം ദൈവത്തിൻ്റെ വിളിയാണെന്ന് തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സന്യാസ ജീവിതം ദൈവത്തിൻ്റെ വിളിയാണ്. അത് നമ്മൾ ആഗ്രഹിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. ദൈവം ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ഒരുവനെ ദൈവം വിളിക്കുക എന്നുള്ളതാണ്. പക്ഷേ വിളിച്ചതിന് ശേഷം ഒരുപക്ഷെ നമ്മൾ ബലഹീനരായിരിക്കാം, കുറവുകളുണ്ടാവാം, എല്ലാം ഉണ്ടാവും. പക്ഷേ ദൈവം തൻ്റെ കൃപ കൊണ്ട് നമുക്കത് നമ്മുടെ ബലഹീനതയിൽ കർത്താവിൻ്റെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ എൻ്റെ ലൈഫിനെ കുറിച്ച് നോക്കാനാണെങ്കിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷം തന്നെയാണ്. ഇന്നും സന്യാസത്തിൽ നിൽക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമാണ് അതിൽ. കാരണം ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യുന്നൊരു ജീവിതം, ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റുന്നു. പലപ്പോഴും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു ഫീൽഡ് വർക്കൊക്കെ ആകുമ്പോഴത്തേനും കുടുംബങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണുമ്പോൾ പലപ്പോഴും ഓർക്കാറുണ്ട് ഞാൻ എപ്പോഴും ദൈവത്തോട് ഒരു കാര്യം മാത്രമേ പറയാറുള്ളൂ, ദൈവമേ നന്ദി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല എന്ന് പറയാറുണ്ട്. കാരണം അത്രമാത്രം ദൈവം ഓരോ നിമിഷവും ഇപ്പം എന്താ പറയുക, ചില പ്രതിസന്ധി ഘട്ടങ്ങളും പ്രയാസങ്ങളും ഇല്ലായിരുന്നു എന്ന് പറയുന്നില്ല, ഉണ്ടായിട്ടുണ്ട് പ്രയാസങ്ങളും.
അതൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മളൊക്കെ തന്നെ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കാം. അപ്പോൾ എങ്കിൽ പോലും അവിടെയൊക്കെ ഒത്തിരി സപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ ആയിട്ട് എൻ്റെ സഭയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദർ ലീല ജോസ്, അതുപോലെ സിസ്റ്റർ ഡോളി മാനുവൽ, പിന്നെ മറ്റ് സിസ്റ്റേഴ്സിൻ്റെയും എൻ്റെ സഹപാഠികളായിട്ടുള്ള സിസ്റ്റേഴ്സ്, കൂട്ടുകാർ സിസ്റ്റേഴ്സ്, മറ്റ് പുറത്തുള്ള എല്ലാവരുടെയും ഒത്തിരി സന്തോഷകരമായിട്ടുള്ള സപ്പോർട്ടും മറ്റുമൊക്കെ ലഭിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ എൻ്റെ ഈ സന്യാസ ജീവിതത്തിൽ വളരെയധികം സന്തോഷവതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇത്രയും നാൾ നടത്തിയ ദൈവം ഇനിയും അങ്ങോട്ട് മുന്നോട്ട് നയിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നും ദൈവത്തോട് നന്ദി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ദൈവവിളി തന്നതിന്. കാരണം ഒത്തിരി നേരം കർത്താവിനോടൊത്തായിരിക്കാനും ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും ഈ സ്കൂളിലൊക്കെ ആകുമ്പോഴത്തേനും നമ്മളിപ്പോൾ 8 മണിക്ക് സ്കൂളിൽ പോയാൽ തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ 5:30, ചില ദിവസങ്ങളിൽ 6 മണി അങ്ങനെയൊക്കെ ആവുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു റുട്ടീനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫിൽ ചിലപ്പോൾ നമുക്ക് മറ്റ് കാര്യങ്ങളിലൊക്കെ ഒന്നും പോകാൻ പറ്റാതെയും, പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറച്ചൊരു 8 വർഷത്തോളം ആലപ്പുഴ രൂപതയിൽ കാറ്റഗിസത്തിൻ്റെ രൂപത ടീമിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒട്ടും സമയം കിട്ടാതെ എൻഗേജ്ഡായിരുന്നു ഫുള്ളി. അതായത് മൺഡേ ടു സൺഡേ വർക്ക്, പിന്നെ വീണ്ടും തിങ്കളാഴ്ച വീണ്ടും നമ്മുടെ ആ സ്കൂൾ ജോലിയിലേക്ക് പോകുന്നു, വീണ്ടും അതേ ആ ഒരു സർക്കിളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു ഹറിബറിയായിട്ടുള്ളൊരു ലൈഫായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ ഓർക്കും ഈ കണ്ണിനിങ്ങനെ അസുഖം വന്നതും ഞാൻ പല സ്ഥലത്തത് ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ണിനിങ്ങനെ ദൈവം ഒരു പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം തന്നത് അത് പിന്നെ എന്താ പറയുക, നമുക്ക് മറ്റുള്ള കാരണം ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അധ്യാപനം കൂടുതലായി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തെ തളർത്തുമെന്ന് പറയുന്നത് പോലെ. കാരണം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഒത്തിരിയേറെ എഫേർട്ട് എടുത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെ വരും, ചില നമ്മുടെ കാര്യങ്ങളിൽ പോകാൻ പറ്റാതെ വരും, അങ്ങനെയൊക്കെ ഒത്തിരി. പക്ഷേ അതിലൊക്കെ എൻജോയ് ചെയ്യുന്നു ഞാൻ. കാരണം നമുക്കതൊക്കെ ദൈവം, പിന്നെ ഞാനെപ്പോഴും ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖമായിട്ട് നമ്മൾ വന്ന് കിടന്നു പോയെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടുന്ന ഈ അവസരം അത് നമ്മൾ ഇപ്പം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ഏൽപ്പിച്ചാലും എനിക്ക് താല്പര്യം തന്നെയാണ് ചെയ്യാനായിട്ട് ഒത്തിരി. അപ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്കൂളും ഈ കാറ്റഗിസം വർക്കും ഒക്കെ ആയിട്ടൊക്കെ അങ്ങനെ നടന്നപ്പോൾ ഒത്തിരി ഭയങ്കരമായിട്ടുള്ളൊരു വർക്ക് ലോഡ് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി അന്ന് കുടുംബങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, സ്കൂളിൽ പോയാൽ നമുക്ക് സിലബസ് തീർക്കണം, പിന്നെ കുട്ടികളുടെ കാര്യം ഇതൊക്കെ എല്ലാം വരുമ്പോഴത്തേനും അതിൻ്റെ ഇടയ്ക്ക് പാരൻസ് വന്ന് പറയുന്ന കുടുംബ പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ പോലും ഒരുപക്ഷെ നമുക്ക് സമയം കിട്ടത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പോൾ ഈ ഫാമിലി ബേസ്ഡ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ അവരോടൊത്തിരുന്ന് പ്രാർത്ഥിക്കാനും അവരോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കാനും അവരോടൊത്ത് പിന്നെ അവരുടെ കാര്യങ്ങൾ കേൾക്കാനും പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താനും ഒക്കെ സാധിക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പം എന്താണോ ഞാൻ ആയിരിക്കുന്നത് എൻ്റെ സന്യാസത്തിൽ, ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് സന്യാസത്തിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഇപ്പം നമ്മൾ അങ്ങനെ പറയുമെങ്കിലും നമ്മുടെ ഹാർഡ് വർക്കും കൂടെയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹാർഡ് വർക്കും പിന്നെ സന്യാസത്തിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടും നമുക്ക് കിട്ടിയ ഒത്തിരി അവസരങ്ങളും കിട്ടാറുണ്ട് പലപ്പോഴും. അപ്പോൾ അങ്ങനെ അവസരങ്ങളും ഒക്കെ ആയിട്ട് ദൈവം ഒത്തിരി ഉയർത്തുന്നുണ്ട് എല്ലാ കാര്യത്തിലും. എല്ലായിടത്തും നമുക്ക് അവസരങ്ങൾ ഇപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോഴായിരിക്കും എവിടെയെങ്കിലും നമുക്ക് ഞാൻ ഒരുവിധം പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. മറ്റ് എല്ലാ കാര്യത്തിലും കോർഡിനേറ്റ് ചെയ്യാനും അഡ്മിനിസ്ട്രേറ്റീവ് പവറും അങ്ങനെ ലീഡർഷിപ്പും അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അവിടെ എല്ലായിടത്തിലും നമുക്ക് കുറേ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ അവസരങ്ങൾ കിട്ടുമ്പോൾ ദൈവം അതിനനുസരിച്ച് നമ്മൾക്ക് കഴിവുകളും തരുന്നുണ്ട്. ചെയ്യുന്നതെല്ലാം കർത്താവ് അത് സക്സസ് ആക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ദൈവത്തോട് നന്ദി മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ലാസ്റ്റായിട്ട് ഞാൻ പറയുന്നത് എപ്പോഴും അത് തന്നെയാണ്, ദൈവമേ നിനക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ എന്നാണ് പറയുന്നത്. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു ഫാദർ എന്നൊക്കെ പറയുമ്പോൾ അവർ ആ വിളിയുമായിട്ട് ബന്ധപ്പെട്ട ദൗത്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് അപ്പോൾ എന്നോട് ചോദിക്കാൻ ചിലപ്പോൾ എന്തുകൊണ്ട് ഞാൻ പിന്നെ ഒരു ടീച്ചറായി അല്ലെങ്കിൽ ഒരു ഫാദർ എന്തിന് സ്കൂളിൽ പഠിപ്പിക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത വരുമ്പോൾ നമ്മൾ ഓർക്കും, അത് കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറണമല്ലോ. വെറും പ്രാർത്ഥന മാത്രമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് പരിശുദ്ധ മാർപ്പാപ്പ പറയുന്നത് പോലെ തന്നെ
ഫ്രാൻസിസ് പാപ്പയൊക്കെ എടുത്തു പറയുന്നത് പോലെ തന്നെ നമ്മൾ മനുഷ്യരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങണം. അപ്പോൾ ആ ഒരു ഇറക്കം നമുക്ക് ചിലപ്പോൾ ഹോസ്പിറ്റൽ വർക്കിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ ഈ ടീച്ചിങ് ഫീൽഡിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തലങ്ങളിൽ നമ്മൾ സിസ്റ്റേഴ്സ് ഇറങ്ങുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ ലോകത്തിന് ഒത്തിരി മാറ്റം വരുത്താനായിട്ടും പല മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് പ്രാർത്ഥന വഴിയായിട്ടൊക്കെ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റും. പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വരേണ്ടത് ഒരു പ്രവർത്തനമാണ്. പ്രാർത്ഥനയും പ്രവർത്തനവും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തിൽ നമുക്ക് അതും കൂടെ ആവശ്യമാണത്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയും പ്രവർത്തനവും വേണം, രണ്ടും ഒരുമിച്ച് പോകണം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സിസ്റ്റർ പഠിപ്പിക്കാൻ പോയത് കൊണ്ടോ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ഫാദർ പോയത് കൊണ്ടോ അതൊരു തെറ്റല്ല, അത് മസ്റ്റുമല്ല. പക്ഷേ അത് കാലത്തിൻ്റെ നീഡനുസരിച്ച് നമ്മളത് ഏറ്റെടുക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അതിലൂടെയൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു കുട്ടിയെ ഞാൻ പഠിപ്പിക്കുന്നെങ്കിൽ ഞാൻ അവിടെ എന്തെങ്കിലും ഒരു ചാപ്റ്റർ ഞാൻ എടുത്താൽ, ഞാനിപ്പോൾ ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്, ഞാനൊരു ഇംഗ്ലീഷ് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ മെസ്സേജ്, ഒരു ക്രിസ്ത്യൻ വാല്യൂ ആ കുട്ടികളിൽ എത്തത്തക്ക രീതിയിലായിരിക്കും ഞാൻ പാഠം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ആയിരിക്കും മറ്റുള്ളവരും. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ആ ക്രിസ്ത്യൻ വാല്യൂ എൻ്റെ ടീച്ചിങ് പ്രൊഫഷനിലൂടെ കൊടുക്കാനും പറ്റുന്നു. എന്നാൽ ഞാനൊരു സിസ്റ്ററുമാണ്, ഞാനൊരു ടീച്ചറുമാണ്. ആ 3 തലത്തിലും എനിക്ക് പോകാനും പറ്റും. അപ്പോൾ അത് വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ, കാരണം ഞങ്ങളൊക്കെ കുറേ പേര് സാധാരണ സിസ്റ്റേഴ്സൊക്കെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയാണ് പഠിക്കാനൊക്കെ പോകുന്നത്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് തുടർന്നയായിട്ട് ഇപ്പോൾ സിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ പ്രീ ഡിഗ്രി കോളേജിൽ പഠനം, പിന്നെ അതിന് ശേഷം നോർത്തിൽ ഒരു 2 വർഷത്തോളം 3-3.5 വർഷത്തോളം നോർത്തിൽ വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ TTC പഠിക്കാൻ വേണ്ടിയിട്ടാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് TTC എടുക്കാമെന്ന് പറഞ്ഞൊരു ഷിംല ചണ്ഡീഗഡ് അവിടെ TTC എടുക്കാമെന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ TTC നമ്മുടെ കേരളത്തിൽ വാല്യൂഡ് അല്ലാത്തത് കൊണ്ട് അതെടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ ഭാഷ അറിയാവുന്നത് കൊണ്ട് അവിടെ ഒരു 3.5 വർഷത്തോളം നമുക്ക് നിൽക്കേണ്ടി വന്നു. തിരിച്ചിവിടെ വന്ന് പിന്നെ BAക്ക് ചേർന്നു. അങ്ങനെ BA പഠനകാലം, പിന്നെ അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് MA പഠിച്ചു, പിന്നെ B.Ed. അങ്ങനെ പഠിത്തകാലമായിരുന്നു കുറേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് കുറച്ച് കാലങ്ങൾ പഠിത്തകാലമായിരുന്നു. പക്ഷേ അതിന് ശേഷം ടീച്ചറായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് B.Ed എല്ലാം കഴിഞ്ഞ് നേരെ സ്കൂളിലേക്കാണ് പോയത്. അങ്ങനെ ഒരു 20 വർഷത്തോളം എനിക്ക് സ്കൂളിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് പിന്നെ ആ ഒരു കാലഘട്ടം, അപ്പോൾ പഠിക്കലും ഒപ്പം പഠിപ്പിക്കലും ഒക്കെ ആയിട്ടാണ് എൻ്റെ ജീവിതം പോയത്. പിന്നെ അതിനിടയ്ക്ക് വന്നതാണ് ഈ ഞാൻ പറഞ്ഞ രൂപത കാറ്റഗിസത്തിൽ, ആലപ്പുഴ രൂപത കാറ്റഗിസത്തിൽ ഒരു 8 വർഷത്തോളം എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതും വളരെ ഒരു അനുഗ്രഹമായിട്ട് കാണുകയാണ്. കാരണം രൂപത ടീമിലായിരിക്കുമ്പോൾ നമുക്ക് പാരിഷ് മുഴുവനും പോകാനും കാര്യങ്ങൾ വിലയിരുത്താനും അതുപോലെ തന്നെ ആൾക്കാരുമായിട്ട് കാറ്റഗിസത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ നന്നായിട്ടൊക്കെ പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതും വളരെ നല്ലൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് പിന്നെ പഠിക്കലും പഠിപ്പിക്കലും പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള വർക്കുമൊക്കെ ആയിട്ട് അങ്ങനെയാണ് എൻ്റെ ആ കാലഘട്ടങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴാണ് അതിൽ നിന്നൊക്കെ മാറി കുറച്ച് ഇടയ്ക്കൊരു ബ്രേക്ക് പോലെ എടുത്തിരിക്കുന്നത്. പ്രാർത്ഥന ഞാൻ പറയുന്നത് നമ്മൾ ഒരു ക്രൈസ്തവനെന്ന് മാത്രമല്ല, എല്ലാവരും അല്ലേ, മനുഷ്യരായ എല്ലാവരും നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാണ്. പിന്നെ പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു സംഭാഷണം, ഒരു സ്നേഹ സംഭാഷണം. പലപ്പോഴും പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ ഞാനും ഒക്കെ നമ്മളെല്ലാവരും ഒക്കെ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഞാനും അത് തന്നെയായിരുന്നു ഒരു കാലഘട്ടം വരെ. എന്താ പറയുക, നമുക്കത് തരണേ അല്ലെങ്കിൽ നമുക്കിത് തരണേ അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു എന്താ പറയുക ഇൻറ്റർസെസറി പ്രേയേഴ്സ് അല്ല, മധ്യസ്ഥ പ്രാർത്ഥനയല്ല, അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ആ ഒരു ഇതിലൂടെയാണ് കടന്നു പോയത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ കണ്ണിന് വയ്യായികയായിട്ടൊരു 40 ഡേയ്സ് പ്രേയറിന് ഞാൻ ചങ്ങനാശ്ശേരിയിൽ സിസ്റ്റേഴ്സ് നടത്തുന്ന ആ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ സമയത്ത് ഒത്തിരി പേര്
യുവാക്കളും മറ്റെല്ലാവരും ഒക്കെ ഇപ്പോൾ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേദനയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ചും എൻ്റെ ഫ്രണ്ടിലിരുന്ന ഒരു വ്യക്തി കെട്ടിടത്തിൻ്റെ മേളിൽ നിന്നൊക്കെ വീണിട്ട് ഒട്ടും വയ്യാതെ പിന്നെ അവിടെ വന്നിട്ട് അവിടെ ധ്യാനത്തിന് ആരോ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ പാരലൈസ്ഡ് ആയിട്ടൊക്കെ വന്നതാണ്, പക്ഷേ എങ്ങനെയൊക്കെ ധ്യാനത്തിന് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ബെൽറ്റൊക്കെ ഇട്ടാണ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് അവിടെ 1-2 ദിവസങ്ങളൊന്നും പുള്ളിക്ക് ഇരിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ധ്യാനവും പ്രാർത്ഥനയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞാനും അതൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ശ്രദ്ധിക്കുന്ന മുഴുവനും ഈ ഫ്രണ്ടിലിരിക്കുന്ന ഒത്തിരി പേര്, യുവാക്കളായിട്ടുള്ള ഒത്തിരി പേര് ഇങ്ങനെ പല ശാരീരികവും മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളും വേദനകളും ഒക്കെ അനുഭവിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ധ്യാന സമയത്ത് ഞാൻ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ സമയം പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ ഇരുന്ന ആ യുവാക്കളെയൊക്കെ സമർപ്പിച്ച് ഒത്തിരി പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചേ. അപ്പോൾ 3-ാമത്തെ ദിവസം കഴിഞ്ഞു. 4-ാമത്തെ ദിവസം ആ സഹോദരൻ ഫുൾ റിക്കവറായി. ആ ബെൽറ്റൊക്കെ മാറ്റി ഇന്നിപ്പോൾ പുള്ളി അവിടെ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കോണ്ടാക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളിക്കാരന് വേണ്ടി ഞാൻ അന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അത് തരണേ ഇത് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേനും ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരും. അങ്ങനെ കർത്താവ് ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ ആണെങ്കിൽ ഒത്തിരിയേറെ നമ്മളൊന്നും ഇപ്പോൾ പൊതുവേ സിസ്റ്റേഴ്സും ഫാദേഴ്സൊക്കെ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നു, അങ്ങനെയൊക്കെ പലരും ഇങ്ങനെ പറയാറുണ്ടല്ലോ സാമ്പത്തികമായിട്ടൊക്കെ. പക്ഷേ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊന്നും അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാനൊന്നും അങ്ങനെ കോൺഗ്രിഗേഷനിൽ നിന്നോ അല്ലെങ്കിൽ കിട്ടാറില്ല അങ്ങനെയൊന്നും. ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ സാലറിയൊക്കെ കിട്ടുന്നതാണെങ്കിലും അതെല്ലാം ത്രൂ കോൺഗ്രിഗേഷനിലേക്കാണ് പോകുന്നത്. പക്ഷേ എങ്കിലും നമ്മളുടെ ജീവിതവും പ്രാർത്ഥന ഇതുമൊക്കെ കൊണ്ട് ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് പിന്നെ ഏറ്റവും വലിയ പ്രാർത്ഥന. പക്ഷേ ദൈവം ആ ഒരു അനുഭവം നമുക്കുണ്ടാവണം. ദൈവമായിട്ടുള്ളൊരു സ്നേഹബന്ധം, ആ ഒരു ഡീപ്പ് ലവ്, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ആ ഒരു ഡീപ്പ് ഇതുണ്ടെങ്കിൽ നമുക്ക് അത് എനിക്ക് തോന്നുന്നു എനിക്കത് ഉണ്ട്. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്ത് കാര്യം ചെറിയ കാര്യം വന്നാലും ഈശോയോട് ആദ്യം ചോദിക്കും, ഇത് ചെയ്യട്ടെ, ഇതിങ്ങനെയാണ്, അപ്പം ചെയ്യാൻ പോവുകയാണ്, വരുമ്പോൾ നീ തന്നെ വന്നേക്കണം, അവിടെ ഇരിക്കരുത്, എൻ്റെ കൂടെ വന്നേക്കണം, ചെയ്തേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോരുന്നത്. പക്ഷേ അതെല്ലാം നന്നായിട്ട് നടക്കാറുണ്ട്, നന്നായിട്ട് കാര്യങ്ങൾ. അപ്പം ഞാനത് വിശ്വസിക്കുന്നത് ഈശോയും പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവുമൊക്കെ നമ്മോടൊത്ത് ഉണ്ട്. അവർ നമ്മോടൊപ്പം ചെയ്തുകൊണ്ടാണ്, അവരാണ് നമ്മളിലൂടെ ചെയ്യുന്നത്. അപ്പോൾ എന്ത് കാര്യം വിജയിച്ചാലും ഞാൻ വിശ്വസിക്കുന്നത് ഈശോയാണ് അത് ചെയ്തതെന്നുള്ളതാണ്, അല്ലാതെ ഞാനല്ല. അപ്പോൾ അത് എനിക്ക് ഒത്തിരി ഈശോയായിട്ട് ആ ഒരു ബന്ധമുണ്ട്. അപ്പോൾ അതിപ്പോൾ നമുക്കറിയില്ല, മറ്റുള്ളവർ അത് വിശ്വസിക്കുകയോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഒരു ഈശോയായിട്ടുള്ളൊരു ഡീപ്പ് ലവ് എനിക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊത്തിരി അനുഗ്രഹങ്ങളും ഈശോ തരുന്നുണ്ട്. ദൈവവിളിയൊക്കെ ഒരു വെല്ലുവിളിയായിട്ടല്ലേ? കാരണം സന്യാസവും പൗരോഹിത്യമൊക്കെ ഇന്ന് ലോകത്ത് ജീവിക്കുക ഒരു വലിയൊരു വെല്ലുവിളിയായിട്ടാണ് കാണുന്നത്. പലപ്പോഴും ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇനിയൊരു സമയത്ത് പൗരോഹിത്യത്തിലേക്കോ സിസ്റ്റേഴ്സ് ആകാനോ സന്യാസത്തിലോട്ടോ കുട്ടികൾ വരുമോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, കുടുംബങ്ങളിൽ മക്കളില്ല, 1-2 ഓരോ കുടുംബങ്ങളിലുള്ളൂ. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നത്, കുടുംബങ്ങളിൽ വളരെയധികം സ്വാതന്ത്ര്യത്തോടുകൂടെ ഈ 1-2 കുട്ടിയെ എല്ലാവിധ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്. അതിന് പല കാര്യങ്ങളുണ്ട്. കാരണം സന്യാസം ഇന്ന് ലോകത്ത് ജീവിക്കുക ഒരു വെല്ലുവിളി തന്നെയാണ്. അത് ഞാനായിരിക്കുന്ന എൻ്റെ സന്യസ്ത സഭയുടെ വെല്ലുവിളിയല്ല ഞാൻ പറയുന്നത്, പുറത്ത് ജീവിക്കുക എന്നുള്ളതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. അത് അന്നുമൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ലോകത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നതും കൂടെ വർക്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അതുണ്ടാവാം. അല്ലാതെ പിന്നെ സന്യാസത്തിലേക്ക് കുട്ടികൾ വരുമോ എന്ന് ചോദിച്ചെന്നാൽ പൗരോഹിത്യവും ഇപ്പോൾ കുടുംബങ്ങളിൽ മക്കൾ കുറവാണ്. ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. കാരണം പണ്ട് 10 പേരുള്ളതിൽ ഒരാൾ വൈദികനോ അല്ലെങ്കിൽ സിസ്റ്ററോ ഒക്കെ ആകാൻ പോയാലും
കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, 1ഉം 2ഉം ഉള്ളപ്പോൾ പിന്നെ അതിനെല്ലാം ഒരു കോമ്പറ്റീറ്റീവ് വേൾഡാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻസിന് തന്നെ ഭയങ്കര ഹയർ എന്താ പറയുക പൊസിഷനിലൊക്കെ നമ്മുടെ മക്കൾ എത്തണമെന്നൊക്കെ ഒരു ചിന്തയാണ്. അപ്പോൾ അതുകൊണ്ട് സന്യാസവും വൈദിക ജീവിതത്തിലേക്കും വിടാനായിട്ട് പലപ്പോഴും മാതാപിതാക്കൾ സന്നദ്ധത കാണിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാലും ക്രിസ്ത്യൻ ഭവനങ്ങൾ തന്നെ പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും വിടാനായിട്ട് താല്പര്യമുള്ള മാതാപിതാക്കളും ഇന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ചിലർ കോമ്പറ്റീറ്റീവ് വേൾഡ് ആയതുകൊണ്ട് മക്കളിങ്ങനെ ഹയർ പൊസിഷനിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൽ ഈ സന്യാസത്തിലോട്ടും പൗരോഹിത്യത്തിലും വിടാനുള്ള ആ ഒരു ഇത് കാണിക്കാതെയും ഇരിക്കുന്നവരുണ്ട്. പക്ഷേ എന്നാൽ പിന്നെ ഇതിലേക്ക് വിടാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല മാതാപിതാക്കളെയും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഹോം മിഷൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പല മാതാപിതാക്കളും പറയാറുണ്ട്, സിസ്റ്ററെ എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് ഒന്ന് സിസ്റ്റർ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അച്ഛനായിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷേ അവനെ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ നിർബന്ധിക്കേണ്ട, പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ അവനെ ദൈവം വിളിക്കും. പിന്നെ ദൈവം വിളിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സന്യാസത്തിലും പൗരോഹിത്യത്തിലും എത്തും. പക്ഷേ എന്ന് പറഞ്ഞ് കുടുംബജീവിതം വേണ്ട അല്ലെങ്കിൽ അത് നല്ലൊരു വിളിയല്ല എന്നൊന്നുമല്ല നമ്മൾ പറയുന്ന. അതിൻ്റേതായിട്ടുള്ളൊരു മഹത്വമുണ്ട്. എല്ലാ വിളിക്കും, ഓരോ വിളിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സന്യാസത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും ഇനി വിളികളുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ പിന്നെ എന്താണ്, ദൈവമാണല്ലോ ഒരുപക്ഷെ സഭയെ നയിക്കാനായിട്ട് അല്ലെങ്കിൽ സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സന്യസ്തരും വൈദികരുമൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയ കുഞ്ഞുങ്ങൾ ഓർക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓർക്കുക, ഈ ഓരോ ഇപ്പോൾ SSLC നമ്മുടെ കരിയർ നമ്മൾ തിരഞ്ഞെടുക്കണം ആ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ഈശോയോട് തന്നെ ചോദിക്കുക. ഈശോ തന്നെ നമുക്കതിന് ഉത്തരം നൽകും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുനാളിലെ ഞാൻ ആഗ്രഹിച്ച് നടന്നു, അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് നടന്ന ഒരാളല്ല. പക്ഷേ കാലത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ കർത്താവ് നമ്മളെ ഇങ്ങോട്ട് എത്തിക്കും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആഗ്രഹിച്ചാൽ, ഇപ്പം ഞങ്ങളുടെയൊക്കെ ബാച്ചിലൊക്കെ ഞങ്ങൾ 13 പേര് വന്നതാണ്. ഞങ്ങളെക്കാളും ഭയങ്കര ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവരൊക്കെ കുടുംബജീവിതത്തിലാണ്. അപ്പോൾ നമ്മുടെ ദൈവം ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളും ഓർക്കുക, ദൈവത്തിൻ്റെ വിളിക്കായിട്ട് നിങ്ങൾ കാതോർക്കണം. അതേത് വിളിയാണെങ്കിലും, സന്യാസമോ പൗരോഹിത്യമോ കുടുംബജീവിതത്തിൻ്റെതായിട്ടുള്ള വിളിയോ എന്തുമായിക്കൊള്ളട്ടെ, ഏത് വിളിക്ക് വേണ്ടിയായിട്ടാണ് നമ്മൾ അത് തിരിച്ചറിയാനുള്ള ആ ഒരു കൃപ നമ്മൾക്ക് തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയും, സന്യാസത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും ആണെങ്കിലും മറ്റു വിളിയിലാണ് പിന്നെ കുടുംബജീവിതത്തിലാണെങ്കിലും സന്തോഷത്തോടെ കടന്നു വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഈ സമർപ്പിതരുടെ ആവശ്യം ഇന്ന് ഒത്തിരി സഭയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും തലമുറ സന്യാസത്തിലേക്ക് വരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അത് ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ കോളാണത്.